ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ 10 സർക്കിൾസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി എൻ ഈസി ചാപ്റ്റർ എന്ന് പറയാവുന്നൊരു ചാപ്റ്ററാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് മാർക്ക് മിസ്സാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. ആദ്യം അതിൽ പറഞ്ഞ ഒരു ലൈനും ഒരു സർക്കിളും നിങ്ങൾക്ക് എത്ര തരത്തിൽ വരയ്ക്കാനായിട്ട് പറ്റുന്നു. സപ്പോസ് ദർ ഇസ് എ സർക്കിൾ ആൻഡ് ദർ ഇസ് എ ലൈൻ. നമുക്ക് വേണമെങ്കിൽ ഒരു സർക്കിളും ലൈനും ഇതുപോലെ വരയ്ക്കാം അല്ലേ. വേർ ലൈൻ ആൻഡ് സർക്കിൾ ഡു നോട്ട് ഹാവ് എനി കോമൺ പോയിന്റ്. സർക്കിളും ലൈനും ഇവിടെ ടച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവിടെ കോമൺ പോയിന്റ്സ് ഒന്നും ഇല്ല. ഇനി വേറെ ഇടത്തിൽ പറയുകയാണെങ്കിൽ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ സർക്കിളിന് ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പാസ് ചെയ്യണമെന്ന് വിചാരിക്കുക. സർക്കിളിനെ 2 പോയിന്റിൽ കട്ട് ചെയ്തിട്ട് ആ ലൈൻ പാസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര കോമൺ പോയിന്റ്സ് ആയിരിക്കും ഈ ലൈനും സർക്കിളിനും ഉള്ളത്? 2 കോമൺ പോയിന്റ്സ് ഉണ്ട് അല്ലേ. ലൈൻ സർക്കിളിന് 2 പോയിന്റ്സിലാണ് കട്ട് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം കേസിൽ ഈ ലൈനിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് സീക്കൻറ്റ്. സോ ഇഫ് എ ലൈൻ കട്ട്സ് ദ സർക്കിൾ അറ്റ് 2 പോയിന്റ്സ് വി കോൾ ദാറ്റ് ലൈൻ സീക്കൻറ്റ്. ഒരു ലൈൻ സർക്കിളിനെ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നെങ്കിൽ ആ ലൈനിനെ നമുക്ക് സീക്കൻറ്റ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനൊരു ലൈൻ ഒരൊറ്റ പോയിന്റിൽ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ ലൈൻ ടച്ചസ് ദ സർക്കിൾ അറ്റ് ഓൺലി 1 പോയിന്റ്. ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാൻജന്റ്. ഇഫ് എ ലൈൻ ടച്ചസ് ദ സർക്കിൾ അറ്റ് ഓൺലി 1 പോയിന്റ് വി കോൾ ഇറ്റ് ആസ് ടാൻജന്റ്. ഇങ്ങനെയാണ് നമുക്കൊരു സർക്കിളും ലൈനും വരയ്ക്കാനായിട്ട് പറ്റും. 3 തരത്തിൽ വരയ്ക്കാം. ആദ്യത്തെ കേസിൽ കോമൺ പോയിന്റ് ഇല്ല, രണ്ടാമത്തെ കേസിൽ 2 കോമൺ പോയിന്റ് ഉണ്ട്, അപ്പോൾ അതിന് സീക്കൻറ്റ് എന്ന് പറയും. ഒരു കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലൈനിനും സർക്കിളിനും കോമൺ ആയിട്ട് ഒരേ ഒരു പോയിന്റ് ഉള്ളൂ, അതിനെയാണ് ടാൻജന്റ് എന്ന് പറയും. ഇനി നമുക്കിവിടെ ലൈനിനും സർക്കിളിനും കോമൺ ആയിട്ടൊരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ലെറ്റ് ഇറ്റ് ബി പി എന്ന് പറഞ്ഞ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. വിച്ച് ഈസ് ദ പോയിന്റ് കോമൺ ഫോർ ലൈൻ ആൻഡ് സർക്കിൾ, ദാറ്റ് ഈസ് വാട്ട് യു കോൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഒരു ലൈനിനെ സർക്കിള് ഒരു ലൈനും സർക്കിളും ഒരൊറ്റ പോയിന്റിൽ കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഒരു ലൈൻ സർക്കിളിനെ ഒരൊറ്റ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈനിനെ നമ്മൾ ടാൻജന്റ് എന്ന് പറയും. ആ ടച്ച് ചെയ്യണ പോയിന്റ് ഉണ്ട് വിച്ച് ഈസ് കോമൺ ഫോർ സർക്കിൾ ആൻഡ് ലൈൻ. സർക്കിളിനും ലൈനിനും കോമൺ ആയിട്ടുള്ള പോയിന്റ്, ആ ഒരേ ഒരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇവിടെ എന്ത്, പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടിനും കോമൺ ആയിട്ടുള്ള പോയിന്റ്, അതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇതാണ് സർക്കിളും ലൈനും കുറിച്ചിട്ട് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് അവർ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് തിയറാണ്, വിച്ച് ഈസ് 10.1 തിയറം. പേജ് നമ്പർ 208 നിങ്ങൾക്ക് കാണാം. തിയറം പറയുന്നത് ഇതാണ്: The tangent at any point of a circle is perpendicular to the radius through the point of contact. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു പോയിന്റ് ഉണ്ട്, അതാണ് ടാൻജന്റ് പാസ് ചെയ്യുന്ന പോയിന്റ്, ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തിയറം പറയുന്നത് ഇതാണ്: സപ്പോസ് O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. O എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സെന്ററിൽ നിന്ന് നിങ്ങൾ ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അതിന് നമുക്ക് റേഡിയസ് എന്ന് പറയും അല്ലേ. എന്താ കാരണം, സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്താൽ അതൊക്കെ എന്താ, റേഡിയസ് ആണ്. അപ്പോൾ ഈ റേഡിയസ് ലെറ്റ് പി ബി ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. എന്താണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്? സർക്കിളിനും ടാൻജന്റിനും, ഇത് ടാൻജന്റ് ആണ് അല്ലേ ഈ ലൈൻ, സർക്കിളിനും ടാൻജന്റിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടെന്ന് വിചാരിക്കുക. തിയറം പറയുന്നത് ഇതാണ്: അങ്ങനെയാണെങ്കിൽ റേഡിയസ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ടാൻജന്റ്. ഇതാണ് റേഡിയസ്, ഇതാണ് ടാൻജന്റ്, ഇത് രണ്ടും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ. അറ്റ് വിച്ച് പോയിന്റ്? അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം ഫസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് തിയറം പറയുന്നത് എന്താ, ഒരു ടാൻജന്റ് ഒരു സർക്കിളിന് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നെങ്കിൽ ആ പോയിന്റിന് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് അല്ലേ. ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ എന്ത് സംഭവിക്കും, റേഡിയസ് ആൻഡ് ടാൻജന്റ് വിൽ ബി പെർപെൻഡിക്കുലർ, ബോത്ത് വിൽ ബി പെർപെൻഡിക്കുലർ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, റേഡിയസും ടാൻജന്റും അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. വാട്ട് വിൽ ബി ദ ആംഗിൾ, 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഏറ്റവും
ആദ്യം പറയുന്ന തിയറം വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓൾസോ. അപ്പോൾ റേഡിയസ് ആൻഡ് ടാൻജൻ വിൽ ബി പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫസ്റ്റ് എക്സസൈസിൽ പറയുന്നത്. ആകെ 2 എക്സസൈസ് മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. ഫസ്റ്റ് എക്സസൈസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. എക്സസൈസ് 10.1 പേജ് നമ്പർ 209. ഹൗ മെനി ടാൻജൻസ് ക്യാൻ എ സർക്കിൾ ഹാവ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി ടാൻജൻസ് ക്യാൻ എ സർക്കിൾ ഹാവ്? ഒരു സർക്കിളിന് എത്ര ടാൻജൻസ് ഉണ്ടെന്ന്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടുള്ളതാണ്? ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് അല്ലേ. എ സർക്കിൾ ഈസ് ജോയിൻഡ് ബൈ ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ്. അപ്പോൾ ഒരു സർക്കിളിന് എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ്. അപ്പോൾ ഇതിൽ ഓരോ പോയിന്റിലും ഓരോ ടാൻജന്റ് നമുക്ക് വരയ്ക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര ടാൻജന്റ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും? ആലോചിച്ച് നോക്കി. There are infinitely many points, so there will be infinitely many tangents. ഓരോ പോയിന്റിലും എത്ര ടാൻജന്റ് വരയ്ക്കുക? ഒരു പോയിന്റിൽ ഒരു ടാൻജന്റ് വെച്ച് ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് ആണുള്ളത്. അപ്പോൾ അവിടെ ഇൻഫൈനൈറ്റ്ലി മെനി ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ. അപ്പോൾ എണ്ണാൻ പറ്റില്ല, അത്ര അധികം നമുക്ക് ടാൻജന്റ് വരയ്ക്കാം. കാരണം എന്താ? ഒരു സർക്കിളിലെ പോയിന്റ്സ് ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ടാൻജൻസും ഇൻഫൈനൈറ്റ് ആണ്. കാരണം ഓരോ പോയിന്റിനും ഓരോ ടാൻജന്റ് വരയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഇൻഫൈനൈറ്റ് എന്ന് പറയുക. ഇൻഫൈനൈറ്റ്ലി മെനി ടാൻജൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എ ടാൻജൻസ് ടു എ സർക്കിൾ ഇന്റർസെക്ട് ഇറ്റ് ഇൻ ഡാഷ് പോയിന്റ്സ്. ഒരു ടാൻജന്റ് ഒരു സർക്കിളിനെ എത്ര പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുക? 1 പോയിന്റ്. ഈസൻ്റ് ഇറ്റ്? നമ്മൾ പറഞ്ഞു കോമൺ ആയിട്ട് ഒരേ ഒരു പോയിന്റ് മാത്രമേ ടാൻജന്റിനും സർക്കിളിനും ഉണ്ടാവുള്ളൂ. സോ വാട്ട് വിൽ ബി ദ ആൻസർ? 1 point. Second question, a line intersecting a circle in 2 points is called a dash. ഒരു ലൈൻ സർക്കിളിനെ 2 പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സീക്കൻറ്റ്. സോ വാട്ട് വിൽ ബി ദ ആൻസർ? സീക്കൻറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, എ സർക്കിൾ ഹാവ് ഡാഷ് പാരലൽ ടാൻജൻസ് at the most. ഒരു സർക്കിളിന് എത്ര പാരലൽ ടാൻജൻസ് ആണ് വരയ്ക്കാനായിട്ട് പറ്റുക? ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു അല്ലേ. ഇതിന് പാരലായിട്ട് ഞാൻ വേറൊരു ടാൻജൻറ്റ് വരയ്ക്കാൻ നോക്കാമെന്ന് വിചാരിക്കുക. അത് ഏത് പോയിന്റിലാണ് പറ്റുള്ളൂ? ഇവിടെയുള്ളൊരു പോയിന്റിലേ ഉണ്ടാവുള്ളൂ അല്ലേ. ഐ ക്യാൻ ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ്. അപ്പോൾ ഇതിന് പാരലായിട്ട് ഒരു ടാൻജൻറ്റ് എനിക്ക് ഇവിടെ വരയ്ക്കാം. ഇനി ഇതല്ലാതെ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പാരലായിട്ട് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റുമോ? നോക്കൂ, ഒരു ടാൻജൻറ്റ് തന്നു, അതിന് പാരലായിട്ട് ഒരു ലൈൻ ഞാൻ ഇവിടെ വരച്ചു. ഇനി ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ലൈൻ വരയ്ക്കണം എന്ന് വിചാരിക്കുക. ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ വരച്ചു എന്ന് വിചാരിക്കുക. ഫോർ എൻ എക്സാമ്പിൾ, ഇവിടെ ഒരു ലൈൻ വരച്ചാൽ ഇതും പാരലായിട്ട് വരയ്ക്കാം. പക്ഷേ വാട്ട് വിൽ ബി ദിസ് ലൈൻ? ഈ ലൈൻ ഒരിക്കലും ടാൻജൻ്റ് ആവില്ല. എന്തായിരിക്കും? സീക്കൻ്റ് ആണ്. കാരണം എന്താ? അത് 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ലൈനിന് പാരലായിട്ട് എത്ര ടാൻജൻറ്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ? ഒരു ടാൻജൻറ്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് സർക്കിൾ ക്യാൻ ഹാവ് എത്ര പാരലൽ ടാൻജൻസ് അറ്റ് ദ മോസ്റ്റ്? ഹൗ മെനി പാരലൽ ടാൻജൻസ് അറ്റ് ദ മോസ്റ്റ്? അപ്പോൾ ഇവിടെ എത്ര പാരലൽ ടാൻജൻസ് ഞാൻ വരച്ച്? ഇത് രണ്ടും പാരലലാണ്. അപ്പോൾ എത്ര ഉണ്ട്? 2 പാരലൽ ടാൻജൻസ്. ഓക്കെ. അപ്പോൾ അറ്റ് എ ടൈം എത്ര പാരലൽ ടാൻജൻസ് മാത്രമേ ഒരു പോയിന്റിൽ വരയ്ക്കാൻ പറ്റുള്ളൂ? എ സർക്കിൾ ക്യാൻ ഹാവ് 2 പാരലൽ ടാൻജൻസ് അറ്റ് ദ മോസ്റ്റ്. പാരലായിട്ട് 2 ടാൻജൻറ്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ വേറൊരു ലൈൻ വരച്ചാൽ അത് ടാൻജൻ്റ് ആവില്ല. ദാറ്റ് വിൽ ബി എ സീക്കൻറ്റ്. ഒരു എക്സാമ്പിൾ, ഇത് രണ്ടും പാരലൽ ടാൻജൻസ് ഞാൻ വരച്ചു 2 എണ്ണം. വേറൊരു ലൈൻ വരച്ചപ്പോൾ അത് ടാൻജൻ്റ് അല്ല, എന്തായി? സീക്കൻറ്റ്. അപ്പോൾ ആൻസർ എന്താ പറയണ്ടേ? 2 പാരലൽ ടാൻജൻസ് അറ്റ് ദ മോസ്റ്റ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ കോമൺ പോയിന്റ് ഓഫ് എ ടാൻജൻസ് ടു എ സർക്കിൾ ആൻഡ് ദ സർക്കിൾ ഈസ് കോൾഡ് ഡാഷ്. കോമൺ പോയിന്റ് of a tangent to a circle and the circle is called. സർക്കിളിനും ടാൻജൻറ്റിനും കോമൺ ആയിട്ടുള്ള പോയിന്റിന് എന്താണ് വിളിക്കുക എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് ദ നെയിം ഫോർ സർക്കിൾ ആൻഡ് ടാൻജൻറ്റ്? കോമൺ ഫോർ സർക്കിൾ ആൻഡ് ടാൻജൻറ്റ്. സർക്കിളിനും ടാൻജൻറ്റിനും കോമൺ ആയിട്ടുള്ള പോയിന്റിന് പറയുന്ന പേരെന്താ? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. സോ വാട്ട് വിൽ ബി ദ ആൻസർ? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. തേർഡ് ക്വസ്റ്റ്യൻ, a tangent PQ at a point P of a circle of radius 5 cm meets a line through the center at
center O at a point Q so that OQ is equal to 12 centimeter. Length PQ is equal to അവർ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. PQ എന്ന് പറഞ്ഞ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കി നോക്കാം എങ്ങനെയാണ് ചെയ്യണത്. ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ ആദ്യം. Suppose there is a circle. നോക്കാം. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? എ ടാൻജന്റ് പി ക്യു അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ. ഒരു ടാൻജന്റ് വരയ്ക്കണം. പി ക്യു എന്ന് പറയണു അല്ലേ. അപ്പോൾ ടാൻജന്റ് പി ക്യു എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരച്ചതെന്ന് വിചാരിക്കുക. പി ഈസ് എ പോയിന്റ് ഓൺ സർക്കിൾ എന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാക്കണം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. ടാൻജന്റ് വരച്ചു സർക്കിളിലേക്ക്. എന്താ പറയണത്? പി എന്ന് പറയണത്, പി ക്യു എന്ന് പറയുന്ന ടാൻജന്റ് ആണ്. പി എന്ന് പറയുന്നത് സർക്കിളിലെ പോയിന്റ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ഷുഡ് ബി ഹിയർ അല്ലേ. പി ഇവിടെ മാത്രമേ വരാൻ പറ്റുള്ളൂ. പി സർക്കിളിലെ പോയിന്റ് ആണെന്ന് പറയുന്നുണ്ട്. ടാൻജന്റിലെയും പോയിന്റ് ആണ്. അപ്പോൾ പി എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിരിക്കും മനസ്സിലാക്കണം. അപ്പോൾ അവിടെയാണ് അത് വരയ്ക്കേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇവിടെയുള്ള ഒരു പോയിന്റ് വിചാരിച്ച് ക്യൂ എന്ന് വിചാരിക്കാം. അപ്പോൾ പി ക്യൂ എന്ന് പറഞ്ഞ ടാൻജന്റ് ഉണ്ട്. അതിങ്ങനെ കട്ട് ചെയ്ത് പാസ് ചെയ്യണമെന്നില്ല, ടച്ച് ചെയ്ത് വന്നാലും അത് ടാൻജന്റ് തന്നെയാണ് കേട്ടോ. സോ പി ക്യൂ ഈസ് എ ടാൻജന്റ് ആൻഡ് പി ഈസ് എ പോയിന്റ് ഓൺ എ സർക്കിൾ എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്നത് ടാൻജന്റിനും സർക്കിളിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും. വിച്ച് വിൽ ബി ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അത് മനസ്സിലാക്കണം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഒ ക്യു ഈസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ഒ എന്ന് പറയുന്നത് സെന്റർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. സർക്കിളിന്റെ സെന്റർ ആണ് ഒ എന്ന് പറയുന്നത്. അപ്പോൾ ഒ ക്യു എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ് തന്നിട്ടുള്ളത്? 12 സെന്റിമീറ്റർ ആണെന്ന്. ഒ ക്യു ഈസ് 12 സെന്റിമീറ്റർ. ഇറ്റ് ഈസ് ഗിവൺ. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഗിവൺ 5 സെന്റിമീറ്റർ. നമുക്കറിയാം ഓന്ന് പിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്താൽ ഇത് എന്തായിരിക്കും? റേഡിയസ് ആണ്. കാരണം സെന്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴൊക്കെ എന്താ? റേഡിയസ് ആണ് അല്ലേ. അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 സെന്റിമീറ്റർ. റേഡിയസ് ഈസ് ഓൾസോ ഗിവൺ 5 സെന്റിമീറ്റർ. ഇനി എന്താണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് പി ക്യു. ദിസ് ഈസ് വാട്ട് യു നീഡ് ടു ഫൈൻഡ് ഔട്ട്. പി ക്യു എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിക്കണം അല്ലേ. വളരെ ഈസിയാണ്. എന്താ കാരണം? നമുക്കറിയാം ഒ പി എന്ന് പറയുന്ന റേഡിയസും ടാൻജന്റും എന്തായിരിക്കും? ദേ വിൽ ബി പെർപെൻഡിക്കുലർ. ഇതാണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചൊരു തിയറത്തിൽ പറയുന്നുണ്ട് റേഡിയസ് ആൻഡ് ടാൻജന്റ് വിൽ ബി പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ റേഡിയസും ടാൻജന്റും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും ബൈ തിയറം അല്ലേ. തിയറം പറയുന്നത് അതാണ്. റേഡിയസും ടാൻജന്റും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണ് അല്ലേ. 90 ഡിഗ്രി വരുന്ന ആംഗിൾ വരികയാണെങ്കിൽ ആ ട്രയാങ്കിളിന് നിങ്ങൾ എന്താ പറയുക? ഇറ്റ് ഇസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഈ സൈഡ് പി ക്യു എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? പി ക്യു സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണെന്ന് വിചാരിക്കുക അല്ലേ. സോ വാട്ട് ഇസ് ദ പൈത്തഗോറസ് തിയറം സേസ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് സ്ക്വയർ ഓഫ് ദ അതർ സൈഡ് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഒ ക്യു സ്ക്വയർ. ഒ ക്യു എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. വാട്ട് ഇസ് ദ റീസൺ? 90യുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡൊക്കെ എന്താ? ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. അപ്പോൾ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് അത്. അപ്പോൾ അത് ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഒ ക്യു സ്ക്വയർ മൈനസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് മൈനസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കാണാൻ പറഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡിൻ്റെ സ്ക്വയറുകൾ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. വേറെ ഏതെങ്കിലും സൈഡ് കാണാൻ പറയുമ്പോഴൊക്കെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ അത് സയൻസ് ഡൗട്ട് വരാൻ പാടില്ല. ഒ ക്യു എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ് അല്ലേ. സോ ഇറ്റ് വിൽ ബി 12 സ്ക്വയർ. ഒ പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് 5 സ്ക്വയർ വിച്ച് മീൻസ് പി ക്യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ആയി. 5 സ്ക്വയർ എത്രയാണ്? 25 അല്ലേ. 144 ന്ന് 25 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 119. ദാറ്റ് ഈസ് പി ക്യു സ്ക്വയർ. അപ്പോൾ പി ക്യു എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? റൂട്ട് ഓഫ് 119. സ്ക്വയർ കളയാനായിട്ട് എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം അല്ലേ. സോ പി ക്യു വിൽ ബി റൂട്ട് ഓഫ് 119. ഇതായിരിക്കും ആൻസർ. നിങ്ങളുടെ ഓപ്ഷൻസിൽ നോക്കൂ അത് തന്നിട്ടുണ്ടോ എന്ന്. യെസ്, ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, റൂട്ട് ഓഫ് 119 സെന്റിമീറ്റർ. സോ ദിസ് ഈസ് ദ വേ ടു ഡു ദ പ്രോബ്ലം. വെരി ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ തന്നിട്ടുള്ള ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്.
അതുപോലെ റേഡിയസ് തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? പി ക്യു എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ ടാൻജൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ബൈ തിയറം ഈ ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡ്രോ എ സർക്കിൾ ആൻഡ് 2 lines parallel to a given line such that one is a tangent and other a secant to the circle. എന്താ പറഞ്ഞേ? ഡ്രോ എ സർക്കിൾ ആൻഡ് 2 lines parallel to the given line. So first we have to draw a circle, isn't it? അപ്പോൾ ആദ്യം ഒരു സർക്കിൾ വരച്ചു. We have to draw a circle first. നെക്സ്റ്റ് എന്താ പറയണത്? ഡ്രോ എ സർക്കിൾ ആൻഡ് 2 lines പാരലൽ ടു എ ഗിവൺ ലൈൻ. അപ്പോൾ ഒരു ലൈൻ ഇവിടെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ്. ലെറ്റ് ഇറ്റ് ബി എൽ ബി ദ ലൈൻ. എൽ എന്ന് പറഞ്ഞൊരു ലൈൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? 2 lines പാരലൽ ടു എ ഗിവൺ ലൈൻ. തന്നിട്ടുള്ള ഒരു ലൈനിന് പാരലൽ ആയിട്ട് 2 lines വരയ്ക്കണം. സച്ച് ദാറ്റ് വൺ ഈസ് എ ടാൻജന്റ്. അതിൽ ഒരെണ്ണം ടാൻജന്റ് ആയിരിക്കണം. ആൻഡ് ദ അതർ വൺ ഈസ് എ സീക്കൻറ്റ്. അപ്പോൾ ഒന്ന് ടാൻജന്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സർക്കിളിന് ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഇന്റർസെക്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കാം. ഈ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എൽ ആണെങ്കിൽ രണ്ടാമത്തെ ലൈൻ എം ആണെന്ന് വിചാരിക്കാം അല്ലേ. സോ എം ഈസ് എ ടാൻജന്റ്. എന്തുകൊണ്ടാണ് ടാൻജന്റ് ആയത്? സർക്കിളിന് ഒരേ ഒരു പോയിന്റിലാണ് അത് ടച്ച് ചെയ്യണത് അല്ലേ. സോ ഇറ്റ് വിൽ ബി എ ടാൻജന്റ്. മാത്രമല്ല നമ്മൾ വരച്ചത് ഇതിന് പാരലൽ ആയിട്ടാണ്. അപ്പോൾ അത് പാരലൽ ആയിട്ട് ഞാൻ ഒരു ലൈൻ വരച്ചു വിച്ച് ഈസ് എ ടാൻജന്റ്. ഇനി എനിക്ക് വരയ്ക്കേണ്ടത് ഒരു സീക്കൻ്റ് ആണ് അല്ലേ. സീക്കൻ്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിന് എത്ര പോയിന്റിൽ ടച്ച് ചെയ്യണം? 2 pointsൽ ഇന്റർസെക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ലൈൻ ഞാൻ സർക്കിളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വരയ്ക്കാം. ഏതിന് പാരലൽ ആയിരിക്കണം? ഇതിന് പാരലൽ ആയിരിക്കണം കേട്ടോ. ഫസ്റ്റ് ലൈനിന് പാരലൽ ആയിട്ട് വരച്ചു. അതൊരു സീക്കൻ്റ് എങ്ങനെയായത്? അത് 2 പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി എ സീക്കൻ്റ്. നോക്കൂ, ഞാനിപ്പോൾ ഒരു ലൈൻ എം വരച്ചു വിച്ച് ഈസ് പാരലൽ ടു എം. വേറൊരു ലൈൻ എൻ വരച്ചു വിച്ച് ഈസ് പാരലൽ ടു എൽ. ഐ മീൻ എം എന്ന് പറയുന്നത് എല്ലിന് പാരലായിട്ട് വരച്ചു, എൻ എന്ന് പറയുന്നതും എല്ലിന് പാരലായിട്ട് വരച്ചു. ഏതാ ഗിവൺ ലൈൻ? എൽ എന്ന് പറഞ്ഞ ലൈൻ അല്ലേ. ഇതിൽ എം എന്ന് പറയുന്നത് എന്താ? ടാൻജന്റ് ആണ്. എൻ എന്ന് പറയുന്നത് എന്താ? സീക്കൻ്റ് ആണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യമായില്ലേ? എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? തന്നിട്ടുള്ള ഒരു ലൈനിന് പാരലായിട്ട് 2 ലൈൻ വരയ്ക്കണം. ഒരെണ്ണം ടാൻജന്റ് ആണ്. എം എന്ന് പറയുന്നത് ടാൻജന്റ് ആണ്. എൻ എന്ന് പറയുന്നത് എന്താ? സീക്കൻ്റ് ആണ്. ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ഇങ്ങനെയാണ് ചെയ്യാനായിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് എക്സസൈസ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. എന്ന് പറയാൽ സിമ്പിളായിട്ട് 1 word ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം നമുക്ക് കൂടുതലായിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ഹെഡിങ് ആയാലും പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് ടാൻജൻസ് ഫ്രം എ പോയിന്റ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിളിൽ നിന്ന് എത്ര നമ്പർ ഓഫ് ടാൻജൻസ് വരയ്ക്കാമെന്നാണ് നെക്സ്റ്റ് പറയുന്നത് അല്ലേ. So what are the other things we have to discuss? സെക്കൻഡ് എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമുക്ക് അതിൽ വേറെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അത് മനസ്സിലാക്കിയാലാണ് സെക്കൻഡ് എക്സസൈസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പെട്ടെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ആദ്യം പറയുന്നത് ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സർക്കിളിലേക്ക് പി എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ലെറ്റ് പി ബി ആൻ എക്സ്റ്റേണൽ പോയിന്റ് ഓഫ് ദ സർക്കിൾ. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് എത്ര ടാൻജൻസ് വരയ്ക്കാനായിട്ട് പറ്റും നമുക്ക് ആദ്യം അറിയണം. സോ ഇഫ് യു ഡ്രോ എ ടാൻജന്റ് ഫ്രം പി ലൈക്ക് ദിസ്. ഇവിടെ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിലേക്ക് വരച്ചു. ഇവിടെ ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതിലേക്ക് വരച്ചു. അപ്പോൾ ലെറ്റ് എ ആൻഡ് ബി ആർ ദ 2 points ഓൺ ദ സർക്കിൾ അല്ലേ. അപ്പോൾ നമുക്ക് പി എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് എത്ര ടാൻജൻസ് ആയിരിക്കും മാക്സിമം വരയ്ക്കാനായിട്ട് പറ്റുക? 2 ടാൻജന്റ് ആണ്. ഓൺലി 2 ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ഏതെങ്കിലും ടാൻജന്റ് വരയ്ക്കാനായിട്ട് നോക്കി എന്ന് വിചാരിക്കും. ഇവിടെ ഒരു പോയിന്റിലേക്ക് ടാൻജന്റ് വരയ്ക്കാൻ നോക്കിയാൽ അത് ടാൻജന്റ് ആയിരിക്കില്ല. എന്തായിരിക്കും വരിക? സീക്കൻ്റ് ആയിരിക്കും. കാരണം ഒന്നിൽ കൂടുതൽ പോയിന്റിൽ അത് ടച്ച് ചെയ്യും അല്ലേ. മേ ബി 2 points ഇറ്റ് വിൽ ബി ടച്ചിങ്. അങ്ങനെയാണെങ്കിൽ 2 പോയിന്റിൽ ഇത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എന്താവില്ല? ടാൻജന്റ് ആവില്ല. എന്തായിരിക്കും? സീക്കൻ്റ്. അപ്പോൾ ഇനി ഏതൊരു പോയിന്റ് സർക്കിളിൽ എടുത്താലും അവിടേക്ക് പിയിൽ നിന്ന് ടാൻജന്റ് വരയ്ക്കാൻ നോക്കിയാൽ അത് ടാൻജന്റ് ആവില്ല. ഇറ്റ് വിൽ ബി ഓൺലി എ സീക്കൻ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു എക്സ്റ്റേണൽ പോയിന്റ് എന്ന ഒരു സർക്കിളിലേക്ക് മാക്സിമം എത്ര ടാൻജൻസ് ആണ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുക? ഓൺലി 2 ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഇതിലെ പി എ എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയാം അല്ലേ.
കാരണം ആ ടാൻജൻറ്റിനും സർക്കിളിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് അല്ലേ എ, അതാണ് ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ബിയും എന്താണ്, പോയിന്റ് ഓഫ് കോണ്ടാക്ട് തന്നെയാണ്. കാരണം പി ബി എന്ന് പറയുന്ന ടാൻജൻറ്റും സർക്കിളിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് ബി. ഓക്കെ, ഇനി ഇതിലെ പി എ അതുപോലെ പി ബി ഈ രണ്ട് ടേമുകളെ നമ്മൾ പറഞ്ഞ പേരാണ് ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ്. എക്സ്റ്റേണൽ പോയിന്റ് നിന്ന് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് പി എ പി ബി, വിച്ച് വിൽ ബി ദ ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ്. അപ്പോൾ എക്സ്റ്റേണൽ പോയിന്റ് നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് തിയറം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം പറയേണ്ടത് പേജ് നമ്പർ യു ക്യാൻ സീ ദാറ്റ് 10.2 തിയറം, പേജ് നമ്പർ 211. അതിൽ പറയുന്നുണ്ട്, read the theorem. The length of tangents drawn from an external point to a circle are equal. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു തിയറാണ്. എന്താ പറയുന്നത്, ഒരു സർക്കിളിലേക്ക് ടാൻജൻസ് എക്സ്റ്റേണൽ പോയിന്റ് എന്ന് വരയ്ക്കുന്ന ടാൻജൻസിൻ്റെ ലെങ്ത് എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ പി എ എന്ന് പറഞ്ഞ ലെങ്ത് ഓഫ് ടാൻജൻറ്റും പി ബി എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ടാൻജൻറ്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പി ബി വിൽ ബി ഓൾസോ 5 സെൻറ്റിമീറ്റർ. സോ tangents drawn from an external point to a circle, the length of the tangent will be always equal. പി എ പി ബി എന്ന് പറയുന്ന രണ്ട് ലെങ്ത്തും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ് പ്രൂവ് ചെയ്യണമെന്ന് നോക്കൂ. എ എന്ന് ഓയിലേക്ക്, ഒ എന്ന് പറഞ്ഞ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആണ് അല്ലേ, അവിടേക്ക് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഓയിലേക്ക് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് റേഡിയസ് ആണ്, ഇത് എന്തായിരിക്കും, റേഡിയസ് ആയിരിക്കും അല്ലേ. ഇനി ഒ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റിലേക്ക്, സെൻറ്റർ ഓഫ് സർക്കിളിൽ നിന്ന് പിയിലേക്ക് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ രണ്ട് സർക്കിൾ ട്രയാങ്കിൾസ് നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ രണ്ട് ലെങ്ത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. പ്രൂഫ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല തിയറത്തിൻ്റെ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുക. നമുക്കറിയാം എ എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആണ്. അതിൽ റേഡിയസും ടാൻജൻറ്റും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും ബൈ തിയറം അല്ലേ. ഇവിടെ നോക്കി, റേഡിയസും ടാൻജൻറ്റും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും ബൈ ദ തിയറം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണല്ലോ. രണ്ടും എന്തായിരിക്കും വരിക, 90 ഡിഗ്രി. ബിക്കോസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് റേഡിയസ് ആൻഡ് ടാൻജൻറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ. ആ പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചത്. സോ ആംഗിൾ 1 will be equal to angle 2 because both are 90 degree. ഇനി നോക്കൂ, ഇത് രണ്ടും റേഡിയസ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആവുമല്ലോ. ഒ എ വിൽ ബി ഈക്വൽ ടു ഒ ബി. വാട്ട് ഇസ് ദ റീസൺ, ദേ ആർ റേഡിയൈ ഓഫ് ദ സർക്കിൾ. ഇത് രണ്ടും റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും സൈഡ് വരുന്നുണ്ടോ നോക്കൂ, ഒ പി എന്ന് പറയുന്നത് അല്ലേ. So OP is equal to OP which is common for both triangle, isn't it? ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് അല്ലേ ഒ പി എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് കോമൺ ആയിട്ടുള്ള ടേം, അതാണ് ഒ പി എന്ന് പറയുന്നത് അല്ലേ. സോ ഒ പി വിൽ ബി കോമൺ ഫോർ ദീസ് ടു ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 9th പഠിച്ചൊരു തിയറം ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താ പറയണേ, ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹൈപ്പോട്ന്യൂസ്, ഒ പി എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ്. എങ്ങനെ മനസ്സിലായി, ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി അല്ലേ. ഹൈപ്പോട്ന്യൂസ് ആൻഡ് എനി അതർ സൈഡ്സ് ആർ ഈക്വൽ. എന്താ പറഞ്ഞേ, ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹൈപ്പോട്ന്യൂസ് ആൻഡ് എനി അതർ സൈഡ്സ് ആർ ഈക്വൽ, അതർ സൈഡ് ഈസ് ഈക്വൽ, then triangles will be congruent. ഏത് പ്രോപ്പർട്ടിയാണ്, RHS congruence rule. So we can say that triangle OAP congruent to triangle OBP. OAP, OBP both will be congruent by which criteria, RHS congruence rule. By RHS congruence rule we can say these two triangles are congruent. So if these two triangles are congruent by CPCT, you know that their corresponding parts, which will be AP and also BP, they will be equal. AP will be equal to BP. What is the reason? Corresponding parts of congruent triangle. So we can say they will be equal by CP.
CT, corresponding parts of congruent triangle. So we can say AP and BP will be equal. So this is the way we can prove that AP and BP are equal. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ കോൺക്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം RHS കോൺക്രുവൻസ് റൂൾ ഉപയോഗിച്ച്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺക്രുവൻ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ബൈ CP/CT വി ക്യാൻ സേ ദേ ആർ ഈക്വൽ. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ എക്സസൈസ് 10.2 പേജ് നമ്പർ 213 പ്രോബ്ലംസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ട് എക്സസൈസ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. ഫസ്റ്റ് എക്സസൈസ് നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് എക്സസൈസ്, ലാസ്റ്റ് എക്സസൈസ് ആണ്, വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എക്സസൈസ് 10.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം എ പോയിന്റ് Q, the length of the tangents to a circle 24 centimeter and the distance of Q from the center is 25 centimeter. The radius of the circle is, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. റേഡിയസ് ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേ ഗിവൺ ദ ഓപ്ഷൻസ് ABCD തന്നിട്ടുണ്ട്. ഫിഗർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. വി ഹാവ് ടു ഡ്രോ ദ ഫിഗർ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫ്രം എ പോയിന്റ് Q, ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഈസ് ഗിവൺ. അപ്പോൾ ആദ്യം നമുക്കൊരു സർക്കിൾ വരയ്ക്കാം അല്ലേ. ഒരു ടാൻജന്റ് എന്ന് പറയുമ്പോഴൊക്കെ എന്തുണ്ട്? സർക്കിൾ ഉണ്ട് അല്ലേ. സോ വി ക്യാൻ ഡ്രോ എ സർക്കിൾ. ഇനി എന്താണ് പറയുന്നത്? സർക്കിളിലേക്ക് എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ട്. എക്സ്റ്റേണൽ പോയിന്റ് ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത്? Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെന്ന് പറയണു അല്ലേ. ലെങ്ത് ഓഫ് ദ ടാൻജൻസ് ടു എ സർക്കിൾ ഈസ് 24 സെന്റിമീറ്റർ. ഡിസ്റ്റൻസ് Q ഫ്രം ദ സെന്റർ ഈസ് 25. അപ്പോൾ സെന്റർ നമ്മൾ O എന്ന് വിചാരിച്ചു. ലെറ്റ് O ബി ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഇനി നമുക്കറിയാം ഡിസ്റ്റൻസ് Q ഫ്രം ദ സെന്റർ ഈസ് 25 സെന്റിമീറ്റർ. അപ്പോൾ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് Qയിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാ? 25 സെന്റിമീറ്റർ. സോ ഡിസ്റ്റൻസ് ഓഫ് Q ഫ്രം ദ സെന്റർ, സെന്ററിൽ നിന്ന് Qയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 25 സെന്റിമീറ്റർ. ഇനി ഒരു ടാൻജന്റ് ഉണ്ട് അല്ലേ. നമുക്കൊരു ടാൻജന്റ് വരയ്ക്കാം. ലെറ്റ് A ബി ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അവിടെ A എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് ടാൻജന്റ് വരച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. അവർ തന്നിട്ടില്ല ഏതാ പോയിന്റ്. വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് A. അങ്ങനെയാണെങ്കിൽ QA അല്ലെങ്കിൽ AQ എന്ന് പറയുന്നതായിരിക്കും ഇവിടെ ലെങ്ത് ഓഫ് ദ ടാൻജന്റ്. ഇതാണല്ലോ ടാൻജന്റ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ QA ആണ്. വിച്ച് ഈസ് ഗിവൺ 24 സെന്റിമീറ്റർ. ലെങ്ത് ഓഫ് ടാൻജന്റ് തന്നിട്ടുണ്ട് 24 സെന്റിമീറ്റർ. വാട്ട് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഈസ് റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇതാണ് റേഡിയസ് അല്ലേ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, റേഡിയസ് ഓഫ് ദ സർക്കിൾ. അഗെയിൻ ബൈ ദ ഫസ്റ്റ് തിയറം വി നോ ദാറ്റ് radius and tangent will be perpendicular at the point of contact. ഇത് എപ്പോഴും മനസ്സിലാക്കണം. റേഡിയസും ടാൻജന്റും എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആണ്. സോ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ? 90 ഡിഗ്രി. അത് അവിടെ വേണമെങ്കിൽ ബൈ തിയറം എന്ന് പറഞ്ഞിട്ട് എഴുതണോട്ടോ എക്സാമിന് എഴുതുമ്പോൾ. ബൈ തിയറം ദാറ്റ് ആംഗിൾ OAQ will be equal to 90 degree. Okay. So if this angle is 90 degree, this is a right angle triangle. So we can apply which theorem? Pythagoras theorem. We can easily do this one. So OA square, which is radius, isn't it? OA square is equal to hypotenuse. ഇവിടെ hypotenuse എന്ന് പറഞ്ഞാൽ opposite to 90 degree ഏതാ? OQ square minus അടുത്ത സൈഡ് ഏതാ? QA square. Pythagoras theorem ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം base square is equal to hypotenuse square minus altitude square. ആ ഫോർമുല ഉപയോഗിച്ച് എഴുതി. OQ എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുണ്ട്? 25 അല്ലേ. QA തന്നിട്ടുണ്ട് എത്രയാ? 24. സോ 25 സ്ക്വയർ മൈനസ് 24 സ്ക്വയർ. ആദ്യം സ്ക്വയർ ചെയ്യണം എന്നിട്ട് മൈനസ് ചെയ്യണം കേട്ടോ. 25ന്റെ സ്ക്വയർ 625, 24ന്റെ സ്ക്വയർ 576. When you subtract, what you will be getting? 49, which is OA square. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് OA കാണാനായിട്ട് എന്ത് ചെയ്യണം? റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ. സ്ക്വയർ കളയാനായിട്ട് റൂട്ട് എടുക്കണം. സോ റൂട്ട് ഓഫ് 49 which will be equal to 7 സെന്റിമീറ്റർ അല്ലേ. OA എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. OA എന്ന് പറയുന്നതാണ് എന്ത്? റേഡിയസ് അല്ലേ. സോ വാട്ട് വിൽ ബി ദ ആൻസർ? റേഡിയസ് വിൽ ബി ഈക്വൽ ടു 7 സെന്റിമീറ്റർ. സോ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ A വിൽ ബി ദ കറക്റ്റ് ആൻസർ. അവർ തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ. ഈസി ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു സൈഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. റേഡിയസ് കണ്ടുപിടിക്കാം ഈസി ആയിട്ട്.
Second question. In figure 10.11, if TP and TQ are the two tangents to a circle with the center O, so that angle POQ is equal to 110 degree, and then angle PTQ is equal to what? Angle PTQ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. Listen, in the question they given, what are the things they given in the question? Please read it well. It is given angle POQ. ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. POQ എന്ന് പറഞ്ഞ ആംഗിൾ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഹാവ് എ ഫിഗർ ഫസ്റ്റ്. ഡ്രോ എ സർക്കിൾ. ഫിഗർ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് കേട്ടോ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫിഗർ. ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് ദിസ്. ഏകദേശം ഇതുപോലെയാണ് ഫിഗർ തന്നിട്ടുള്ളത്. OPT. O എന്ന് പറഞ്ഞ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആണ് കേട്ടോ. ലെറ്റ് O be the center of the circle. Then P is this point, T is this point, and it is given Q, which will be this point. തന്നിട്ടുള്ള ആംഗിൾ എന്തായിരുന്നു? ആംഗിൾ POQ അല്ലേ. ഈ ആംഗിൾ ആണ് തന്നിട്ടുള്ളത് 110 ഡിഗ്രി എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഓൾറെഡി ഗിവൺ ആംഗിൾ POQ is equal to 110 degree. ആംഗിൾ PTQ, which is this angle, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ PTQ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ? സോ ഇത് വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എന്താ കാരണം നോക്കൂ, നിങ്ങൾക്കറിയാം TP എന്ന് പറയുന്നതും TQ എന്ന് പറയുന്നതും ടാൻജൻസ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടാൻജൻറ്റും ഇതെന്താണ്? റേഡിയസ് ആണ് അല്ലേ. റേഡിയസും ടാൻജൻറ്റും എന്തായിരിക്കും? അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ദേ വിൽ ബി പെർപെൻഡിക്കുലർ ബൈ ദ ഫസ്റ്റ് തിയറം. ഇതേപോലെ തന്നെ Q എന്ന് പറഞ്ഞ പോയിന്റിൽ റേഡിയസും ടാൻജൻറ്റും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും ബൈ ദ ഫസ്റ്റ് തിയറം അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇവിടെ രണ്ട് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്, ഒന്ന് Pയും ഒന്ന് ഏതാ? Q. രണ്ട് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലും റേഡിയസും ടാൻജൻറ്റും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും ഫസ്റ്റ് തിയറം ഉപയോഗിച്ചിട്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ എന്തായിരിക്കും വരിക? 90 ഡിഗ്രി ആയിരിക്കും ബൈ ദ തിയറം, ഫസ്റ്റ് തിയറം. നോക്കൂ, ഇതൊരു എത്ര സൈഡാ ഈ ഫിഗറിനുള്ളത്? 1 2 3 4. അപ്പോൾ OPTQ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് 4 സൈഡ്സ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ OPTQ എന്ന് പറയുന്നതിന് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, അതിന് 4 സൈഡ്സ് ആണുള്ളത്. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ വിൽ ബി ഓൾവേസ് 360 ഡിഗ്രി. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ആംഗിൾസ്, ആംഗിൾ സം പ്രോപ്പർട്ടി അല്ലേ, സം ഓഫ് ഓൾ ആംഗിൾസ് എത്രയായിരിക്കും വരിക? 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ആംഗിളുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? ഇറ്റ് വിൽ ബി 360 ഡിഗ്രീസ്. അപ്പോൾ നമുക്ക് പറയാം OPTQ is a quadrilateral. It's a quadrilateral. So if it is a quadrilateral, we can say that angle P plus angle O അല്ലെങ്കിൽ angle POQ എന്ന് പറയാം, plus angle Q plus angle T will be equal to 360 degree. Angle P എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. Angle POQ is this angle, angle Q is this angle, angle T is this angle. Their sum will be how much? 360 degree. Angle P എന്ന് പറഞ്ഞാൽ 90 ആണ് അല്ലേ. Angle POQ എന്ന് പറഞ്ഞാൽ 110 ഡിഗ്രി ആണ്. Angle Q എന്ന് പറഞ്ഞാൽ എത്രയാ? 90 ആണ്. Angle T എന്ന് പറഞ്ഞാൽ PTQ അല്ലേ, അതാണ് ആക്ച്വലി ആംഗിൾ T എന്ന് പറയുന്നത് അവിടെ PTQ, അതാണ് കണ്ടുപിടിക്കേണ്ടത്, which is equal to 360 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ, ഈ ആംഗിൾസ് എല്ലാം ആഡ് ചെയ്യാലോ. 110 plus 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200. 200 plus 90 290 plus angle PTQ is equal to 360 degree. Then angle PTQ is equal to 360. ഈ പ്ലസ് എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും അല്ലേ. മൈനസ് 290. 360ന്ന് 90 ഡിഗ്രി മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും വരിക? 70 ഡിഗ്രി. സോ വാട്ട് വിൽ ബി ദ ആൻസർ? യു വിൽ ബി ഗെറ്റിംഗ് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ അല്ലേ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ 70 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്.
ഇതിൽ ഈ രണ്ട് ആംഗിൾ 90 ആണ്, ഇത് ഓൾറെഡി തന്നിട്ടുണ്ട് 110 ആണ്. അപ്പോൾ 360 ഈ മൂന്ന് ആംഗിളിൻ്റെ സമ്മ് എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ദ ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് ടാൻജൻസ് പി എ പി ബി ഫ്രം എ പോയിന്റ് പി ടു എ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ആർ ഇൻക്ലൈൻ ടു ഈച്ച് അതർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 80 degree, then angle POA is equal to, ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് കേട്ടോ. നമ്മൾ POA കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഫിഗർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, എന്നാലാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് സ്റ്റെപ്സ് നമുക്കിവിടെ ചെയ്യേണ്ടി വരും. മുമ്പ് ചെയ്ത 2 പ്രോബ്ലം ചെയ്ത പോലെ അത്ര ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, എങ്കിലും ഒന്ന് ആലോചിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ആ ഫിഗർ നിങ്ങൾ തന്നെ വരയ്ക്കാനായിട്ട് പറ്റണം കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് ഫിഗർ വരയ്ക്കാനായിട്ട് പറ്റണം. then it will be easy for you to do. എന്താ പറഞ്ഞിട്ടുള്ളത്, ടാൻജൻസ് പി എ ആൻഡ് പി ബി ഫ്രം എ പോയിന്റ് പി ടു എ സർക്കിൾ. ഒരു സർക്കിൾ വരയ്ക്കാം ആദ്യം. പി എന്ന് പറഞ്ഞൊരു പോയിന്റ് നിന്ന് 2 ടാൻജൻസ് പറയുന്നുണ്ട് അല്ലേ, ഒന്ന് പി എ, ഒന്ന് ഏതാ പി ബി. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും ഇവിടെ, ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ അല്ലേ. പി എ പി ബി എന്ന് പറഞ്ഞ 2 ടാൻജൻസ് വരയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. ഒ ഈസ് ദ സെൻറ്റർ എന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ് ഒ ബി ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം. പി എ പി ബി ഫ്രം എ പോയിന്റ് പി ടു എ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ആർ ഇൻക്ലൈൻ ടു ഈച്ച് അതർ. ഏതാണ് ഇൻക്ലൈൻ ചെയ്യണേ, പി എയും പി ബി ആണ് ഇൻക്ലൈൻ ചെയ്യണേ. ഈച്ച് അതർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 80 degree. പി എ എന്ന് പറയുന്ന ടാൻജൻറ്റും പി ബി എന്ന് പറയുന്ന ടാൻജൻറ്റും ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ എത്രയാ, 80 degree എന്ന് പറയണു അല്ലേ. 80 degree ഈച്ച് അതർ എന്ന് പറയുന്നുണ്ട്. ഇൻക്ലൈൻ എന്ന് പറഞ്ഞാൽ ഈ 2 ലൈനും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ, ഇൻക്ലൈൻ രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് ഇൻക്ലൈൻ ടു ഈച്ച് അതർ എന്ന് പറയുന്നത്. ഈ 2 ലൈൻ കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഇൻക്ലൈൻഡ് ഈച്ച് അതർ എന്ന് പറയുന്നത്. ദാറ്റ് ആംഗിൾ ഈസ് ഗിവൺ ഹൗ മച്ച്, 80 degree. അപ്പോൾ തന്നിട്ടുള്ളത് ഈ ആംഗിൾ ആണ്, കൺഫ്യൂഷൻ വരരുത്. എങ്ങനെ മനസ്സിലായേ, പി എ ആൻഡ് പി ബി ഫ്രം എ പോയിന്റ് പി ടു എ സർക്കിൾ വിത്ത് സെൻറ്റർ 0 O ആർ ഇൻക്ലൈൻ ടു ഈച്ച് അതർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 80 degree. പി എയും പി ബിയും ഇൻക്ലൈൻ ടു ഈച്ച് അതർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 80 degree. അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എത്ര, 80 degree എന്ന് പറയുന്നത്. What you need to find out is angle POA, which is this angle. POA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം PO ജോയിൻ ചെയ്യണം, OA ജോയിൻ ചെയ്യണം, അപ്പോഴാണ് POA കിട്ടുക അല്ലേ. ടോട്ടൽ ആംഗിൾ 80 degree ആണ് കേട്ടോ. ഇവിടെ മനസ്സിലാക്കുന്നത് 80 degree ആണ് ടോട്ടൽ ആംഗിൾ. ഇനി PO എന്ന് പറഞ്ഞ ലൈൻ ജോയിൻ ചെയ്തു, OA എന്ന് പറയുന്നതും ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് POA, which will be this angle. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആദ്യം നമ്മളിത് പ്രൂവ് ചെയ്യണം. ഈ 2 ട്രയാങ്കിൾ എന്താണ്, കോൺക്രുവൻ്റ് ആണെന്ന് ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യണം. എന്താ പറയണേ, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഈ 2 ട്രയാങ്കിൾ ആദ്യം കോൺക്രുവൻ്റ് ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്യും. ഇത് കോൺക്രുവൻ്റ് ആണെങ്കിൽ ടോട്ടൽ ആംഗിൾ 80 degree ആണല്ലോ. അപ്പോൾ ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ബൈ സി പി സി ടി. ഈ 2 ട്രയാങ്കിൾ കോൺക്രുവൻ്റ് ആണെങ്കിൽ ഈ 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 80 ആണെങ്കിൽ ഓരോ ആംഗിൾ എത്രയായിരിക്കും വരിക, അതിൻ്റെ ഹാഫ് അല്ലേ, 40 എന്ന് വരും. അപ്പോൾ എനിക്ക് ഈ ആംഗിൾ 40 എന്ന് കിട്ടും. ഇത് ഓൾറെഡി എത്രയാണ്, 90 ആണ്. കാരണം റേഡിയസ് ആൻഡ് ടാൻജൻസ് വിൽ ബി പെർപെൻഡിക്കുലർ. സോ വാട്ട് വിൽ ബി ദിസ് ആംഗിൾ, 90 degree. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഐഡിയ. ഈ 2 ട്രയാങ്കിൾ ആദ്യം കോൺക്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതല്ലാതെ ഡയറക്റ്റ് 80യുടെ ഹാഫാണ് 40 എന്ന് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു പ്രൂഫ് ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് പ്രൂവ് ചെയ്യണം 2 ട്രയാങ്കിൾ കോൺക്രുവൻ്റ് ആണ്. എങ്ങനെയാണ് പ്രൂവ് ചെയ്യാമെന്ന് ഞാൻ തൊട്ട് മുന്നേ ആ തിയറം, സെക്കൻഡ് തിയറം പ്രൂവ് ചെയ്യുമ്പോൾ പറഞ്ഞു, RHS കോൺക്രുവൻസ് റൂൾ അല്ലേ. സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഇതിനും, അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്തായിരിക്കും, 90 degree. ഇവിടെ എത്രയായിരിക്കും വരിക, 90. കാരണം റേഡിയസും ടാൻജൻറ്റും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആണ്. ഇത് റേഡിയസ് ആണ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ ഇതിന് ആംഗിൾ 1 എന്നും ഇതിന് ആംഗിൾ 2 എന്നും കൊടുത്തു. അപ്പോൾ സെക്കൻഡ് തിയറത്തിന് എഴുതിയ പ്രൂഫ് അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ എഴുതുന്നത് കേട്ടോ. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. എന്താ അതിൻ്റെ റീസൺ, ബിക്കോസ് ബോത്ത് ആർ 90 degree. എന്തുകൊണ്ടാണ് 90 degree ആയത്, ബൈ തിയറം. വേണമെങ്കിൽ ആ സ്റ്റെപ്പും കൂടി നിങ്ങൾക്ക് അവിടെ എഴുതാം കേട്ടോ. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു 90 degree.
എന്താ ബൈ തിയറം. അപ്പോൾ ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 90 degree by theorem 1. Okay, radius and tangents will be perpendicular. Okay, so 1 and 2 are equal because both are 90 degree. കിട്ടിയല്ലോ. നെക്സ്റ്റ് ഇതിലൊരു കോമൺ ആയിട്ടൊരു സൈഡ് ഉണ്ട് അല്ലേ, ഏതാണ് ഒ പി എന്ന് പറഞ്ഞത്. ഈ രണ്ട് ട്രയാങ്കിളിന് കോമൺ അല്ലേ. അപ്പോൾ ഒ പി ഈസ് ഈക്വൽ ടു ഒ പി എന്ന് പറയാം. വാട്ട് ഇസ് ദ റീസൺ? ഇറ്റ് ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. ഇനി ഇതിൽ റേഡിയസ് ആണ് ഒ എയും ഒ ബിയും. സോ ദേ വിൽ ബി ഈക്വൽ. ഒ എ വിൽ ബി ഈക്വൽ ടു ഒ ബി. വാട്ട് ഇസ് ദ റീസൺ? ബോത്ത് ആർ റേഡിയൈ ഓഫ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ റേഡിയൈ, അതുകൊണ്ട് ആ രണ്ടും ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. ഒ എ വിൽ ബി ഈക്വൽ ടു ഒ ബി ബിക്കോസ് ബോത്ത് ആർ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഓർ റേഡിയൈ. നോക്കൂ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നതാണ് ഒ പി, അത് ഈക്വൽ ആണ്. വേറൊരു സൈഡ് കൂടി ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ഒ എ പി വിൽ ബി കോൺക്രുവൻറ്റ് ടു ട്രയാങ്കിൾ ഒ ബി പി. വിച്ച് ക്രൈറ്റീരിയ? RHS criteria. Because in a right angle triangle, hypotenuse and any other sides are equal, then triangles will be congruent. RHS congruence rule ഉപയോഗിച്ച് നമുക്ക് പറയാം. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺക്രുവൻ്റ് ആണെങ്കിൽ ഞാനൊരു പേര് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ ഇതിന് ആംഗിൾ 3 എന്നും ഇതിന് ആംഗിൾ 4 എന്നും കൊടുക്കുക. ടോട്ടൽ ആംഗിൾ 80 ഡിഗ്രി ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. 3യും 4 എന്നും എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആംഗിൾ 3 വിൽ ബി ഈക്വൽ ടു ആംഗിൾ 4. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആവും. എന്താ കാരണം? ഈ രണ്ട് ട്രയാങ്കിൾ കോൺക്രുവൻ്റ് ആണെങ്കിൽ ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ വരിക. അപ്പോൾ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആവും. അപ്പോൾ ആംഗിൾ 3 വിൽ ബി ഈക്വൽ ടു ആംഗിൾ 4. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? CP CT, കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് കോൺക്രുവൻ്റ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. ലെറ്റ് ഇറ്റ് ബി ഈക്വൽ ടു എക്സ്. അത് ഈ എക്സ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് എന്തെങ്കിലും രണ്ട് ഈക്വൽ ആണല്ലോ, ഏത് ആംഗിൾ എന്ന് അറിയില്ല. അപ്പോൾ നമ്മളൊരു പേര് കൊടുത്തു, ലെറ്റ് ഇറ്റ് ബി ഈക്വൽ ടു എക്സ്. എക്സ് ആണെന്ന് വിചാരിക്കുക. നൗ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ഇറ്റ് ഈസ് ഗിവൺ. വാട്ട് ഈസ് സം ഓഫ് ടു ആംഗിൾസ്? 180. ടോട്ടൽ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ 80 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ 3യും ആംഗിൾ 4ഉം കൂടി ആഡ് ചെയ്താൽ എത്രയായിരിക്കും കിട്ടുക? 180 അല്ല, കറക്ഷൻ. ഇറ്റ് ഈസ് 80 ഡിഗ്രി. ഇറ്റ് ഈസ് ഗിവൺ 80 ഡിഗ്രി, isn't it? 3 plus 4 it is given total angle is 80 degree. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, 4 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. അപ്പോൾ 3ക്കും 4നും പകരം എക്സ് എന്ന് കൊടുത്തൂടെ. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 80. then 2x is equal to 80 degree. then x is equal to 80 by 2 which will be equal to 40 degree. നോക്കൂ, നിങ്ങൾക്ക് എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 3യും 4ഉം. അത് എത്രയാണ് കിട്ടിയത്? 40 ഡിഗ്രി ആണെന്ന് കിട്ടി. So angle 3 is 40 degree which is this angle. We got it. This angle എന്ന് പറഞ്ഞാൽ മുകളിലെ ആംഗിൾ ആണ് കേട്ടോ. ഈ ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രി ആണ് 3 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ OAP, OAP എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ് അല്ലേ. അതിൽ എ എന്ന് പറഞ്ഞാൽ എത്രയാ? 90 ആണ്. ഇത് എത്രയാ? 40 ആണ്. പിന്നെ ഈ ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് angle 1 plus angle 3 plus angle POA, what do you need to find out? It will be equal to 180 degree. 1ഉം 3യും പിന്നെ ഈ ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആയിരിക്കും അല്ലേ. അതിൽ ആംഗിൾ 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 90 ആണ്. ആംഗിൾ 3 എന്ന് പറഞ്ഞാൽ 40 ആണ്. then angle POA is equal to 180 degree. 90 plus 40 എന്ന് പറഞ്ഞാൽ എത്രയായി? 130 ആയി അല്ലേ. പ്ലസ് POA is equal to 180 degree. then angle POA is equal to 180. 130 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് 130 എന്നാവും അല്ലേ. പ്ലസ് 130 will change it into minus 130, which means angle POA is equal to how much? It will be 50 degree. So what you will be getting? Angle POA is equal to 50 degree. അതിൽ തന്നിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ, 50 ഡിഗ്രി. ദാറ്റ് വിൽ ബി ദ ആൻസർ. ശ്രദ്ധിക്കേണ്ട കാര്യം, സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇവിടെ 80 ആണ് ടോട്ടൽ എങ്കിൽ ഇവിടെ 40 വരും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. വെറുതെ എഴുതിയാൽ മാർക്ക് കിട്ടില്ല. യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ദിസ് ആംഗിൾ ഈസ് 40 ഡിഗ്രി. 40 എടുത്ത് ചെയ്താൽ ആൻസർ ഒക്കെ കിട്ടും. പക്ഷെ എന്തുകൊണ്ട് 40 വന്നു എന്നുള്ള റീസൺ നിങ്ങൾ ഇവിടെ എഴുതണം. അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും കോൺക്രുവൻ്റ് ആയതുകൊണ്ട് ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അത് ഈക്വൽ ആയിരിക്കും.
അപ്പോൾ ടോട്ടൽ 80 ആണെങ്കിൽ ഒരു ആംഗിൾ 40 ആയിരിക്കും. ദെൻ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആംഗിൾ സം പ്രോപ്പർട്ടി കേട്ടോ. ഇതിൻ്റെ റീസൺ എന്താണ് 180 ആവാനായിട്ടുള്ള കാരണം? റീസൺ എപ്പോഴും എഴുതിക്കോളും, ആംഗിൾ സം പ്രോപ്പർട്ടി. കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ നമ്മളവിടെ ഉപയോഗിച്ചു ആംഗിൾ സം പ്രോപ്പർട്ടി. റീസൺ എഴുതാൻ മറക്കരുത്, ആംഗിൾ സം പ്രോപ്പർട്ടി. ദെൻ യു വിൽ ഗെറ്റ് ദ ആംഗിൾ ഈസ് 50 ഡിഗ്രി. സെക്കൻഡ് എക്സസൈസിൽ കുറച്ചും കൂടി പ്രോബ്ലംസ് ഉണ്ട്. ആകെ 13 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 3 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റിമൈനിങ് ക്വസ്റ്റ്യൻ വി ക്യാൻ ഡു ഇറ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സോ പ്ലീസ് പ്രാക്ടീസ് ഇറ്റ് വെൽ. ദിസ് ഈസ് കമ്പാരിറ്റീവ്ലി എൻ ഈസി ചാപ്റ്റർ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. മനസ്സിലാക്കണം, തിയറംസ് മനസ്സിലായാൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്കും ഈ ചാപ്റ്ററിന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക, തിയറം നന്നായി മനസ്സിലാക്കുക. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ലേൺ. So thank you for watching. Don't forget to subscribe.